സ്വാശ്രയ തർക്കത്തിന് ശാശ്വത പരിഹാരം കാണാൻ മടിക്കുന്നത് എന്തിനെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും മുൻകൈ ഈ വിഷയത്തിലെടുത്തത്. അദ്ദേഹം അതേ അഭിമുഖത്തിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത് ഈ രൂപത്തിൽ തന്നെ എപ്പോഴും കുരുക്കഴിയാതെ നീണ്ടുകൊണ്ടിരിക്കുന്നു? അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് LDFിലെ ആയാലും UDFിലെ ആയാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കളെല്ലാവരും ഇത്തരം സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ്. അതിൽ തെറ്റില്ല എന്നാണ് രമേശ് ചന്ദ്ര ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. പക്ഷേ തെറ്റുണ്ട് എന്ന് ഫസൽ ഗഫൂർ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾക്ക് കേരള എൻട്രൻസിലുള്ള റാങ്ക് എത്രയാണ് എന്ന് പറയാമോ? ഞങ്ങളുടെ കയ്യിൽ ആ രേഖകളുണ്ട്, ഞങ്ങളത് പുറത്തുവിട്ടാൽ ബുദ്ധിമുട്ടാകും. ഇനി അതിൽ അവർ പണം കൊടുക്കുന്നുണ്ടോ? നിശ്ചയിക്കപ്പെട്ട ഫീസ് തന്നെ കൊടുക്കുന്നുണ്ടോ? നിശ്ചയിക്കപ്പെട്ട ഫീസ് കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ 1 കോടി വരെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, വാങ്ങിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ വരുമാന സ്രോതസ് കാണിക്കാൻ അവർ തയ്യാറാണോ? ഇതൊക്കെയാണ് അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾ. പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ സമരം നടത്തുന്ന MLA-മാരെയോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് നല്ല ഉദ്ദേശമാണോ? പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് അവർ തരുന്നില്ല. അങ്ങനെ തരാതെ അവരവരുടെ കുട്ടികളെയോ പേരക്കുട്ടികളെയോ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ചൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണിത്. തിരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ചില സ്വാധീനങ്ങൾ അവരും ചെയ്തു തരുമെന്ന്. അതല്ല, മ്യൂച്വലി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അത് അദ്ദേഹം അങ്ങ് നിർത്തിയാൽ മതി, പ്രശ്നം തീരും. അങ്ങനെ വേണ്ട മ്യൂച്വലി അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ പറയുന്നത് എനിക്ക് ധൈര്യപൂർവ്വം അത് പറയാം, ശ്രീ തിരുവഞ്ചൂരിന് പറയാം. അതെ, അപ്പോൾ ആ മ്യൂച്വലി അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹം കൂടി തയ്യാറാകാതെ ഉണ്ടാവില്ലല്ലോ. അത് വേണ്ട, അത് കൃത്യമായിട്ട് അത് നടന്നോട്ടെ. പക്ഷേ ഇവിടെ ഒരു സമരത്തിന്റെ ഒരു സെക്കൻഡ്, ഒരു സമരത്തിന്റെ മുൾമനയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റോ വന്ന് നിൽക്കുമ്പോൾ അത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള കാര്യം. അവിടെയാണ് ഈ ശ്രീ CR ചോദിക്കുന്ന ഒരു കാര്യം, എന്തേ ഈ വീണ്ടും വിചാരം 15 കൊല്ലം കഴിയുമ്പോഴും നിങ്ങൾക്ക് ജൂലൈയിൽ മാത്രം തുടങ്ങുന്നു? ഞാൻ CR-നോട് യോജിക്കുന്ന ആളാണ്. മാത്രമല്ല, ഇത് നേരത്തെ ചർച്ച ചെയ്യണമെന്ന് പൊതുവായിട്ട് അഭിപ്രായപ്പെട്ട ആളാണ്. കാരണം അന്യ സംസ്ഥാനത്തെ കോളേജുകളിലെല്ലാം അഡ്മിഷൻ പൂർത്തിയായി കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നവും തീരും. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം അതല്ല, കോടതി വിധികളാണ്. കോടതി വിധികളിൽ പല വിധത്തിലുള്ള വിധികൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ മാറ്റി മാറി വന്നതാണ് ഈ ചർച്ച ഇങ്ങനെ വരാൻ കാരണം. അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ബോധപൂർവമായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിക്കുന്നുമില്ല. CR പറഞ്ഞ ഒരു കാര്യം വളരെ പൂർണ്ണമായിട്ട് ഞാൻ സമ്മതിക്കുന്നു. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണം. ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാരണം പാവങ്ങളെ കെയർ ചെയ്യണം. ഞാൻ വരുന്നു സാർ. ഡോക്ടർ ഫസൽ ഗഫൂർ ഇവിടെ ശ്രീ തിരുവഞ്ചൂർ പറയുകയായിരുന്നു, ഒരു ജനകീയ പ്രശ്നം ഉന്നയിച്ച് MLA-മാർ സമരമുഖത്ത് നിൽക്കുമ്പോൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു രീതിയിൽ അങ്ങ് പ്രതികരിക്കാമായിരുന്നു. അങ്ങയുടെ അഭിമുഖത്തിലെ ഭാഗങ്ങളാണ് ഞാൻ ചോദ്യരൂപേണ അദ്ദേഹത്തോട് ചോദിച്ചത്. രണ്ടാമത് ഒരു കാര്യം കൂടി ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞു, ഇങ്ങനെ ഗീവ് ആൻഡ് ടേക്ക് ആണെങ്കിൽ താങ്കൾ അത് നിർത്തിയാൽ പോരെയെന്ന്. രണ്ടിനും മറുപടി പറയാം. ഒന്ന്, ഇത് ബ്ലാക്ക്മെയിൽ അല്ല. ബ്ലാക്ക്മെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വല്ല ഉദ്ദേശം വെച്ചു വല്ല കാര്യം, ഞങ്ങൾ കരാറൊക്കെ ഒപ്പിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് വസ്തുതകൾ പറയുന്നതാണ്. ഈ വസ്തുതകൾ ഇതിന്റെ ധാർമ്മികതയെ മാത്രം നമ്മൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. അതായത് സമരമുഖത്ത് നിൽക്കുന്നതല്ല, ഏത് സമരമുഖത്ത് നിൽക്കുന്നവരും സമരമുഖത്ത് നിൽക്കാത്ത ഒരാളും പറയുന്നത് മെറിറ്റ് തട്ടിമറിക്കുമ്പോൾ കോഴ വാങ്ങുന്നു എന്നാണ്. അല്ലേ? എന്റെ അഭിപ്രായത്തിൽ കറപ്ഷൻ ആൻഡ് നെപ്പോട്ടിസം ബോത്ത് ആർ ട്വിൻ ബ്രദേഴ്സ്. അതിൽ യാതൊരു തർക്കമൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ ധാർമ്മികതയെ മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തോന്നോ അവർ ഫീസ് തന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അല്ലല്ല, അങ്ങ് അഭിമുഖത്തിൽ പറയുന്നുണ്ടല്ലോ, ഇവർ നിഷേധിച്ചാൽ ഞാൻ രേഖകൾ കാണിക്കാം, ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്, മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഓഫീസിൽ രേഖകളുണ്ട് എന്ന്. രേഖകൾ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ രേഖകളിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരോ കൊല്ലവും സ്റ്റേറ്റ് ഗവൺമെന്റ് എൻട്രൻസ് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ പറയുന്ന മെറിറ്റ് പ്രകാരമാണ് ആ കുട്ടികൾ എടുക്കുന്നതെങ്കിൽ ആ റാങ്ക് എടുത്ത് നോക്കിയാൽ മതി. അതിൽ നിന്ന് ഒരു കുട്ടിയുടെ റാങ്ക് എത്രയെന്ന് അറിയാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെന്റുകളെ മാത്രം പഴി ചേരുന്ന ഈ സ്വഭാവം നിർത്തണം. മാനേജ്മെന്റുകൾ, ഈ മാനേജ്മെന്റിലെ കോളേജുകളിൽ നമ്മളൊരു കാര്യമുണ്ട്, നമുക്ക് സിറ്റുവേഷണൽ ഐഡിയോളജി എന്നുള്ള സ്ഥാനമുണ്ട്. ഐഡിയോളജി സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അത് പറ്റൂല. ഐഡിയോളജി നിങ്ങൾ പ്രചരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐഡിയോളജി ഷുഡ് ബി കോൺസ്റ്റന്റ്.
ഇത് കോൺസ്റ്റന്റ് അല്ല. അവരവരുടെ കുട്ടികളുടെ മെറിറ്റിന്റെ കാര്യം വരുമ്പോൾ അവിടെ മെറിറ്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അവർ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു എന്നുള്ളതല്ല. ഇതിൽ സ്വാധീനത്തിന്റെ എലിമെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഞാൻ അങ്ങേലേക്ക് വീണ്ടും വരാം. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ശ്രീ തിരുവഞ്ചൂരിലേക്ക് ശ്രീ ജോർജ് പോളിലേക്ക് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ തിരുവഞ്ചൂർ, ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമുണ്ടല്ലോ, വിജിലൻസ് അന്വേഷണം വേണം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം. ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ മാത്രം ഉണ്ടായ ഈ കൃത്രിമങ്ങളെ പറ്റിയല്ല അന്വേഷണം ഉണ്ടാവേണ്ടത്, ഇപ്പോൾ നിഴലിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ മക്കളുടെ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ പരിധിയിൽ വരണമെന്നാണ്. ഏത് കാര്യത്തെക്കുറിച്ചും അന്വേഷിച്ചോട്ടെ. ഈ പ്രശ്നത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളോട് അനുകൂലമായിട്ട് നിൽക്കാൻ പറ്റുമോ? ബാക്കി അന്വേഷണം നടന്നോട്ടെ, നമുക്കതിൽ തർക്കമില്ലല്ലോ. ഞാനതിനകത്തൊന്നും തർക്കിക്കാൻ പോകില്ല. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ ഇതാണ്, പാവപ്പെട്ട കുറേ കുട്ടികൾക്കൂടെ പഠിക്കണം, സൗജന്യമായിട്ടുള്ള. ശരി. ശ്രീ ജോർജ് പോൾ, ഇവിടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇങ്ങനൊരു അവിശുദ്ധ ബന്ധമുണ്ട് ഇരുമുന്നണികളിലും പെട്ടവർക്ക്, അതുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകാതെ പോകുന്നു. അങ്ങീ പറയുന്ന ഏകീകൃത ഫീസ്, മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് ഇരുമുന്നണികളിലുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വകാര്യ താല്പര്യങ്ങൾ കാരണമാണോ? 15 കൊല്ലമായി ജൂലൈയിൽ മാസം ഈ വൈകി വരുന്ന ചർച്ചാ വസന്തകാലം എന്തുകൊണ്ട്? അത് ഇപ്പൊ അതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം പറയാൻ തയ്യാറല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് മെറിറ്റ് ബേസിൽ റിയലിസ്റ്റിക് ഫീസിൽ അഡ്മിഷൻ നടത്തി കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ അഡ്മിഷൻ മെറിറ്റ് കോംപ്രമൈസ് ചെയ്ത് അഡ്മിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടൊരു ട്രിപ്പിൾ ടെസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ട്രിപ്പിൾ ടെസ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ലേറ്റ് ഡൗൺ ചെയ്താൽ ഇവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷനും സ്കോപ്പില്ല. അത് വേണമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് അഡ്മിഷൻ നടത്തുന്നുള്ള ജെയിംസ് കമ്മിറ്റിയും അതുപോലെ കോടതിയും അംഗീകരിച്ച് തന്നിട്ടുള്ള അല്ല അതിലൊരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ സെൻട്രൽ അഡ്മിഷൻ പ്രൊസീജിയറിന് വേണമെങ്കിൽ അതുവരെ പരിഗണിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടേതായ മൈനോറിറ്റിയുടെ ചില റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഇന്റർസെ മെറിറ്റിന്റെ ബേസിലാണെങ്കിൽ ഞങ്ങൾ ഏതിനും തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെറിറ്റ് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ ഒരു കാരണവശാലും തയ്യാറല്ല. ഒരു റിയലിസ്റ്റിക് ഫീസ് ഇപ്പൊ ഞങ്ങൾക്ക് 440 6 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിനൈ ചെയ്യും. അതാണ് ഞങ്ങളുടെ ഒരു പ്രൊസീജിയർ. അതായത് ഒരു അഫോർഡബിൾ ആയിട്ട് കോളേജുകൾ നടത്തിക്കൊണ്ടുപോകാൻ നഷ്ടമില്ലാത്ത നിലയിലുള്ള ഒരു ഫീസ് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ചിലരൊക്കെ പറയും ഞങ്ങളുടെ 440 കൊള്ള ലാഭമാണെന്ന്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ഫീസ് എന്താണെന്ന് ഒരു അറിവില്ലാത്ത വ്യക്തികളാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം മെഡിക്കൽ കോളേജുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ് ഈ ചാനലിൽ വന്ന് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അതിനൊന്നും നമുക്ക് തടസ്സമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണസ്റ്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഉള്ള എന്ത് പ്രൊസീജിയർ ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്താലും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും. അത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാനും സാധിക്കും. അതിന് എല്ലാ മാനേജ്മെന്റുകളും തയ്യാറാണെങ്കിൽ ഈ ഫീസുകൾ തമ്മിൽ പഴയ കോളേജുകളും പുതിയ കോളേജുകളും തമ്മിലുള്ള ഫീസിൽ കൂടിയാൽ വ്യത്യാസം 20% ആകാം. അതിൽ കവിഞ്ഞ് 20% അതിന് മാക്സിമം ആണ്. അതിൽ കവിഞ്ഞിട്ടുള്ള ഡിപ്രീസിയേഷൻ ആസ്പെക്ട് ഒന്നും ഇവിടെ പരിഗണിക്കേണ്ട ക്വസ്റ്റ്യനേ വരുന്നില്ല. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. അതിന് തയ്യാറാകുക. ഗവൺമെന്റിന് പറയും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് കുറച്ചു പേർക്ക് ഫ്രീഷിപ്പ് കൊടുക്കുമ്പോൾ ബാക്കി അവർ ചെയ്യുന്ന ചില വികൃതികൾക്ക് കണ്ണടയ്ക്കും. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഇതൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു മേശയ്ക്ക് ചുറ്റും ഡിസ്കസ് ചെയ്താൽ ഒരു വാശിയോ അല്ലെങ്കിൽ ഒരു പ്രിജുഡിസ്ഡ് ആയിട്ടോ ഇതിനെ കാണാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കേരളത്തിൽ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അതിന് എല്ലാ പിന്തുണയും ഗവൺമെന്റിന് കൊടുക്കും എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക. ദേവിദ്, താങ്കളും ഡോക്ടർ ഫസൽ ഗഫൂറും ഈ ചർച്ച പൂർത്തിയാകുന്ന ഘട്ടം വരെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നീറ്റ് വരുന്ന അടുത്ത വർഷത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്നതിൻ്റെ ഒരു പ്രതികരണം കൂടി എനിക്ക് തേടേണ്ടതുകൊണ്ട് അതിനു മുൻപ് ശ്രീ രാജു അബ്രഹാം, ഇവിടെ അങ്ങ് പറഞ്ഞു മെറിറ്റ് ഉറപ്പാക്കുന്നു, തലവരി ഒഴിവാക്കുന്നു, അവിടെ മാനേജ്മെൻറ്റും UDF-ഉമായി ഒത്തുകളിക്കുന്നു എന്നുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില CPM നേതാക്കന്മാർ ഉന്നയിക്കുന്നു. നേരെ തിരിച്ചാലോചിക്കൂ, മെറിറ്റ് കോംപ്രമൈസ് ചെയ്യാതെ തലവരിപ്പണം ഈടാക്കാതെ സ്വാശ്രയ മേഖലയിൽ പ്രവേശനം നേടാനാണോ VS-ൻ്റെ പേരക്കുട്ടികൾ തുനിഞ്ഞത്? അതും സർക്കാരുമായി ഒരു ഘട്ടത്തിലും സഹകരിക്കാത്ത അമൃത പോലെ ഒരു കോളേജിൽ, പ്രവേശനത്തിൽ ഒരു തരം സുതാര്യതയുമില്ലാതെ സ്വന്തം നിലയിൽ പ്രവേശന പരീക്ഷ നടത്തുന്ന സ്ഥാപനത്തിൽ, കോടികൾ ഫീസ് വാങ്ങുന്ന സ്ഥാപനത്തിൽ. S. ശർമ്മയുടെ കുട്ടി പഠിക്കുന്നത് അവിടെ, വാസവൻ്റെ കുട്ടി പഠിക്കുന്നതായി പറയുന്നത് ഗോകുലം മെഡിക്കൽ കോളേജ്. ഇതൊക്കെ ഫസൽ ഗഫൂറുമായിട്ടുള്ള അഭിമുഖത്തിൽ വരുന്നതും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ എതിർപക്ഷത്തെ
പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കുടുംബത്തെ പറ്റിയുള്ള വിവരങ്ങളാണ്. ഇവരുടെ കുട്ടികൾ ഈ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഫസൽ ഗഫൂറിൻ്റെ അഭിമുഖം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. രണ്ടാമത്, സ്വാശ്രയ കോളേജിൽ ഇന്നുള്ള നിയമങ്ങളനുസരിച്ച് ഒരു കുട്ടി പഠിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ സൗജന്യമായി ഒരു കുട്ടിയെ സ്വാശ്രയ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? 2, അവിടെ ഉണ്ടെന്നാണ് ആ അഭിമുഖത്തിൽ ഫസൽ ഗഫൂർ പറയുന്നത്. ഫസൽ ഗഫൂറിൻ്റെ കോളേജിൽ അങ്ങനെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഫസൽ ഗഫൂറിന് ആധികാരികമായി അത് പറയാം. മറ്റു കോളേജുകളിൽ ഏത് രൂപത്തിലാണ് അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്? അമൃതയുടെ കാര്യത്തിൽ നിങ്ങളുടെ സർക്കാർ തന്നെ സുപ്രീം കോടതിക്ക് പോയി ശക്തമായി വാദിച്ചത് അമൃതയ്ക്കെതിരെയാണ്. അപ്പോൾ അമൃത സുതാര്യമല്ല എന്നറിയാം. ആ അമൃതയിലാണ് VSന്റെ പേരക്കുട്ടികൾ പഠിക്കുന്നത്, S ശർമ്മയുടെ കുട്ടി പഠിക്കുന്നത്. അമൃതയ്ക്കെതിരായിട്ടുള്ള വാദമല്ല. അമൃതയിലെ അഡ്മിഷൻ നടപടികൾ മറ്റു കോളേജുകളെ പോലെ സുതാര്യമായി മാറ്റണം എന്നാണ് ഗവൺമെന്റ് വാദിച്ചത്. അത് ഇപ്പോൾ സുതാര്യമേ അല്ലാത്ത സ്ഥലത്താണ് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അവർക്ക് മെറിറ്റ് ആ കോളേജിലെ മെറിറ്റ് അനുസരിച്ച് അവിടുത്തെ ഫീസ് അനുസരിച്ച് ആ കുട്ടികളോട് പഠിക്കുകയാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ആ ഫീസ് കൊടുക്കാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല എന്നാണ് പറയുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് യാതൊരു തർക്കവുമില്ല. അതേസമയം അവർക്കൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാശ്രയ കോളേജിൽ പഠിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ വരുമാനമില്ലാത്ത ഒരു വ്യക്തി അവരുടെ സൗജന്യം സ്വീകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ അത് താല്പര്യ സംരക്ഷണത്തിലേക്ക് പോകും. അതാണ് പ്രധാനമായും ശൈല ടീച്ചർ നിയമസഭയിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. അത് പക്ഷേ UDF നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ലിസ്റ്റിനെ പറ്റിയാണ്. മറുവശത്തെ ലിസ്റ്റ് ഉണ്ടെന്ന് പിന്നീടാണല്ലോ അറിയുന്നത്. തീർച്ചയായിട്ടും അത് അവിടെയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ ആരെങ്കിലും ഒരു പക്ഷം ചേർന്നെന്ന് വിമർശിക്കുകയല്ല പറയുന്നത്. ഈ പണം കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടല്ലോ, അപ്പോൾ നീക്കുപോക്കുകൾക്ക് ഇരുപക്ഷവും തയ്യാറാകും എന്ന്. അവരുടെ മാതാപിതാക്കൾക്ക് അതിനുള്ള വരുമാന സ്രോതസ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾ പഠിക്കുന്നതിൽ ഫസൽ ഗഫൂർ അഭിമുഖത്തിൽ നിശ്ചയമായും അങ്ങ് കേട്ടതാണല്ലോ അഭിമുഖം, അങ്ങ് തന്നെ പറയുകയുണ്ടായി. അതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ് കാണിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പിന്നെ മറ്റ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ മറ്റ് നിയമ നടപടികൾക്ക് അവർ വിധേയരാകേണ്ടി വരുമെന്ന്. എനിക്കൊരു ഇടവേളയിൽ കൂടി വേഗം പോകണം. അതിനുശേഷം ഞാൻ CRലേക്ക് ആദ്യം എത്തുന്നതാണ്. ഇടവേള.